നമസ്കാരം. ഇന്നത്തെ ഡി ഫോക്കസ് തുടങ്ങുന്നു. 2000 സിസിക്ക് മുകളിലുള്ള ഡീസൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിർത്തലാക്കുന്നതടക്കമുള്ള വിലക്ക് ഹൈദർ ട്രൈബ്യൂണൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് കേരളമടക്കമുള്ള കേരളത്തിൽ എത്രമാത്രം പ്രായോഗികമാണ് എന്ന വിഷയമാണെന്ന് ഡി ഫോക്കസ് പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പൊതുഗതാഗത സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡിജോ കാപ്പൻ അദ്ദേഹം കോട്ടയം ബ്യൂറോയിൽ അതിഥിയായി പങ്കെടുക്കും. കേരള സ്റ്റേറ്റ് ലോറി ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കെ ഹംസ അദ്ദേഹം ന്യൂസ് ഫ്ലോറിൽ അതിഥിയായിട്ടുണ്ട്. ഒപ്പം എറണാകുളം RTO ഷാജി കൊച്ചി ബ്യൂറോയിലെത്തും. ഒപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. 2000 സിസിക്ക് മുകളിലുള്ള ഡീസൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിർത്തലാക്കി ഹൈദർ ട്രൈബ്യൂണലിന്റേതാണ് ഈ ഉത്തരവ്. ഇതോടെ ഡീസൽ വാഹനങ്ങളുടെ ഡീലർമാരും ഉപഭോക്താക്കളും പ്രതിസന്ധിയിലാകും. 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹന നിയന്ത്രണത്തിന് പുറമെ 2000 സിസിക്ക് മുകളിലുള്ള ഡീസൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷനും നിർത്തലാക്കി. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റേതാണ് ഉത്തരവ്. ഇന്നു മുതൽ 30 ദിവസത്തിനുള്ളിൽ വിധി പ്രാബല്യത്തിൽ വരുത്തണമെന്നാണ് നിർദ്ദേശം. 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള 2000 സിസിക്ക് മുകളിലുള്ള ഡീസൽ വാഹനങ്ങൾ നഗരത്തിൽ പ്രവേശിച്ചാൽ 5000 രൂപ പിഴയൊടുക്കണമെന്നാണ് നിർദ്ദേശം. പ്രധാനമായും തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നീ നഗരങ്ങളിലാണ് വിധി പ്രാവർത്തികമാവുക. വിധി ഡീസൽ വാഹനങ്ങളുടെ ഡീലർമാർക്ക് ആശങ്കയുണ്ടാക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കുറവ് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കുറവ് തന്നെയുള്ള, കാരണം ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളല്ലേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇത് പ്രാബല്യത്തിൽ വരുത്താൻ പ്രയാസകരമാണെന്നാണ് വിലയിരുത്തൽ. 2000 സിസിയിൽ കൂടുതലുള്ള ഡീസൽ വെഹിക്കിൾസ് പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലാത്തതോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസിൻ്റെ അല്ലാത്ത ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അത് കേരളത്തിൽ ത്രൂ ഔട്ട് ആ ടെമ്പററി ഇപ്പോൾ എടുത്ത് 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആ വണ്ടി തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് അതിനൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രിബ്യൂണലിന്റെ കൊച്ചി സർക്യൂട്ട് ബെഞ്ചിന്റേതാണ് ഉത്തരവ്. അഭിഭാഷകനായ പീറ്റർ തോമസ് നൽകിയ ഹർജിയിലാണ് പുതിയ ഉത്തരവ്. പഴക്കം ചെന്ന ഡീസൽ വാഹനങ്ങൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ആതിര അഗസ്റ്റിൻ, മീഡിയ 1, കൊച്ചി. ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് നടപ്പിലാക്കിയാൽ KSRTCക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് കണക്കുകൾ. 800 KSRTC ബസ്സുകൾക്ക് സംസ്ഥാനത്തെ 6 പ്രധാന നഗരങ്ങളിൽ സർവീസ് നടത്താനാകില്ല. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം 15 വർഷം വാഹനം ഓടിക്കാമെന്നിരിക്കെ ഹരിത ട്രൈബ്യൂണൽ വിധിയുടെ പ്രായോഗികതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഷെഡ്യൂളുകളാണ് KSRTCക്ക് ആകെയുള്ളത്. 6000 ബസ്സുകളുമുണ്ട്. ഇതിൽ 5400 എണ്ണം സർവീസ് നടത്തുന്നു. ബാക്കിയുള്ള 600 ബസ്സുകൾ സ്പെയറായാണ് ഉപയോഗിക്കുന്നത്. 6000-ൽ 5200 ബസ്സുകൾക്കും 10 വർഷത്തിൽ താഴെ പഴക്കമേ ഉള്ളൂ. ബാക്കിയുള്ള 800 ബസ്സുകളെയാണ് ഹരിത ട്രൈബ്യൂണൽ വിധി ബാധിക്കുക. വിധി നടപ്പിലാക്കിയാൽ പ്രതിസന്ധിയിൽ നിന്ന് കടുത്ത പ്രതിസന്ധിയിലേക്ക് കടക്കും KSRTC. പഴക്കം കാരണം നശിപ്പിച്ച ബസ്സുകൾക്ക് പകരം 600 ബസ്സുകൾ ഈ മാസം പുതുതായി വരുന്നുണ്ട്. ഈ ബസ്സുകൾ വെച്ച് പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളാണ് അധികൃതർ നടത്തുന്നത്. സ്പെയറായി കിടക്കുന്ന 600 ബസ്സുകളിൽ 130 എണ്ണവും റൂട്ടുകളിലേക്ക് വിടാനാണ് നീക്കം. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം 15 വർഷം ടാക്സ് അടച്ച വാഹനങ്ങൾ പിൻവലിക്കാൻ കഴിയില്ലെന്ന വാദവും ഉയരുന്നുണ്ട്. മീഡിയ 1, തിരുവനന്തപുരം. ഡിജോ കാപ്പൻ, ഡീസൽ വാഹനങ്ങളിൽ നിന്നുള്ള പുക വലിയ രീതിയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പോഴാണ് ഹരിത ട്രൈബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് കർശനമായ ഇത്തരമൊരു നടപടി വരുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ ഒരു തീരുമാനത്തെ? അല്ല, കേരളത്തിൽ അന്തരീക്ഷ മലിനീകരണം വളരെ കൂടുതലാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഡൽഹിയിലെ ഗവൺമെന്റ് എടുത്ത നടപടിയിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വലിയ അപ്രിസിയേഷനും ഒക്കെ ഉണ്ടായി. പക്ഷെ കേരളത്തിലെ ഒരു പ്രോബ്ലം, കേരളത്തിൽ യാത്രക്കാരെയും ചരക്കുകളെയും എത്തിക്കുന്നതിൽ പ്രധാനമായും കേരളത്തിലെ പ്രധാന മാർഗം റോഡാണ്. ആ റോഡുകളിൽ കൂടിയാണ് ഈ വാഹനങ്ങൾ എല്ലാം ഓടുന്നത്. പ്രത്യേകിച്ച് ചരക്ക് ഗതാഗതം പൂർണ്ണമായും കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നത് സ്വകാര്യ മേഖലയാണ്. അപ്പോൾ ചരക്ക് ഗതാഗതത്തിന്റെ പൂർണ്ണമായ ക്രയവിക്രയം സ്വകാര്യ മേഖല നടത്തുന്നു. റോഡ് ഗതാഗതത്തിന്റെ ഏതാണ്ട് 75% സ്വകാര്യ മേഖല നടത്തുന്നു. അവർ പണം മുടക്കി റോഡിൽ വാഹനം ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് നിങ്ങളിത് 10 കൊല്ലം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ വണ്ടി സ്ക്രാപ്പ് വിലയ്ക്ക് വിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചൊന്നും ഈ ട്രിബ്യൂണൽ ചിന്തിച്ചിട്ടേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, SUV വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ 10 കൊല്ലം കഴിയുമ്പോൾ ഇത് സ്ക്രാപ്പ് വിലയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന 9 കൊല്ലം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഇരുമ്പിന്റെ വിലയെ കിട്ടുള്ളൂ. മാത്രമല്ല ഇത് 15 കൊല്ലത്തേന് ടാക്സ് അടച്ചാണ്. കേന്ദ്ര ഗവൺമെന്റ് മാനുഫാക്ചറിംഗ് ലൈസൻസ് കൊടുത്ത് നിർമ്മിച്ച വാഹനങ്ങൾ ഉപഭോക്താക്കൾ വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്ത് റോഡിൽ ഓടിക്കഴിയുമ്പോൾ ചില 10 വർഷം 9 വർഷമൊക്കെ ആയ വാഹനങ്ങൾ, പ്രത്യേകിച്ച് വിദേശത്തൊക്കെയുള്ള ആളുകൾ നാട്ടിൽ വരുമ്പോൾ ഉപയോഗിക്കാൻ ടാക്സി പിടിക്കാൻ കഴിയാത്തവർ ഈ 9 കൊല്ലം കൊണ്ട് ഏതാണ്ട് 20,000-30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
ആ വാഹനങ്ങളൊക്കെ തൂക്കി വിൽക്കണം എന്ന നിലയിലോട്ടാണ് ഇപ്പോൾ ട്രിബ്യൂണലിന്റെ ഈ വിധി പ്രസ്താവം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഇത് കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ പോലും വില കയറ്റത്തിന് കാരണമാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കുകൾക്ക് 10 കൊല്ലമേ ഓടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ട്രക്കിന് വേണ്ടി മുതൽ മുടക്കുന്ന ആളുകൾ ചരക്ക് കൂലിയിൽ വലിയ വർധനവ് നടത്തിയാൽ മാത്രമേ അവർക്ക് ട്രക്കിന്റെ CC അല്ലെങ്കിൽ മുതൽ മുടക്ക് തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു തത്വദീക്ഷയുമില്ലാതെയാണ് ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രിബ്യൂണൽ കേരളത്തിൽ സ്ഥാപിച്ചു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണോ ഇതുപോലെ ഒരു വിധി ഇത്ര തിടുക്കത്തിൽ ഉണ്ടായതെന്ന് പോലും സന്ദേഹിച്ചാൽ ഞങ്ങളെപ്പോലെയുള്ളവരെ കുറ്റം പറയില്ല എന്നാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉപഭോക്താക്കളെ കേട്ടില്ല, സർക്കാരിനെ കേട്ടില്ല. ഒരു പെറ്റീഷൻ കോടതിയുടെ മുന്നിൽ ചെന്നു. ആ പെറ്റീഷനിൽ ചോദിച്ചിരിക്കുന്ന പ്രയറിനേക്കാൾ കൂടുതൽ ആണ് ഇപ്പോൾ ഉത്തരവിൽ കൂടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ കസ്തൂരി ഗംഗനേക്കാൾ അല്ലെങ്കിൽ ഗാഡ്ഗിലിനേക്കാൾ കൂടിയ പരിസ്ഥിതിക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായി പോയോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതുപോലെ ഒരു വിധി പ്രസ്താവം ഉണ്ടായത് എന്നുള്ളത് വളരെ ഖേദകരവും ഉത്കണ്ഠാകുലവുമാണ് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. ശ്രീ കെ ഹംസ, ഒരു പക്ഷേ നിങ്ങളടക്കമുള്ള ആളുകളെ ആയിരിക്കും ഈ ഒരു തീരുമാനം ഇപ്പോൾ പെട്ടെന്ന് നടപ്പിലായാൽ അത് ബാധിക്കാൻ പോകുന്നത്. എന്താണ് അല്ലെങ്കിൽ ഇത്തരമൊരു തീരുമാനം വളരെ പെട്ടെന്നായിപ്പോയി എന്നുള്ളൊരു വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളടക്കമുള്ള ആളുകൾ ഹൈദർ ട്രൈബ്യൂണലിന്റെ ഈ തീരുമാനത്തെ നോക്കിക്കാണുന്നത്? തികച്ചും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും വലിയ ഒരു പ്രത്യാഘാതമാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ചരക്ക് ഗതാഗത മേഖലയിൽ നിന്ന് കേരളം ആശ്രയിക്കുന്നത് ഈ ട്രാൻസ്പോർട്ട് മേഖലയിലും ആശ്രയിച്ചിരിക്കുന്നത് ലോറികളെയും ചെറുകിട ഗുഡ്സ് വെഹിക്കിളിനെയുമാണ്. ഇത് 10 വർഷത്തിന് പഴക്കം കണക്കാക്കിയാൽ ഈ വണ്ടികളൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡിജോ കാപ്പം പറഞ്ഞതുപോലെ 10 വർഷം കണക്കാക്കിയിട്ടുള്ള വണ്ടിയുടെ വിലയും അതിനനുസരിച്ചുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തീർത്ത് വരുമ്പോഴേക്കും ഒരു വലിയ തരത്തിലുള്ള വാടക ഉപഭോക്തൃ സംസ്ഥാനം എന്ന കേരളത്തിലെ വാഹന ഉടമകൾ ജനങ്ങളിൽ നിന്ന് വാങ്ങേണ്ടി വരും. കാരണം സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനനുസരിച്ച് 10 വർഷമാകുമ്പോഴേക്ക് ഈ വണ്ടി സ്ക്രാപ്പ് വിലയ്ക്ക് വിൽക്കാൻ കഴിയുകയുള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു വാടക ഈടാക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇന്നത്തേക്കാളും 10 മടങ്ങ് വർദ്ധിക്കും. അതുകൂടാതെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏകദേശ കണക്ക് പ്രകാരം ചെറുതും വലുതുമായ വാഹനങ്ങൾ, പ്രൈവറ്റ് വാഹനങ്ങളടക്കം 10 ലക്ഷത്തിലധികം വാഹനങ്ങൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 12-13 ലക്ഷം തൊഴിലാളികളിവിടെ ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കും. ഈ സാഹചര്യത്തിൽ ഇവിടെ എന്തെല്ലാം സംഭവിക്കും? നിത്യോപയോഗ സാധനങ്ങൾ ഈ മാർക്കറ്റിൽ എത്തിക്കാൻ ഇതിന് ബദൽ ഒരു സംവിധാനം പോലും ഏർപ്പെടുത്താൻ കഴിയാത്ത ഒരു തത്വദീക്ഷയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിധിയായിപ്പോയി ഇത്. ഈ വിധി ജനങ്ങളെയും നാട്ടിലുള്ള മറ്റ് മേഖലകൾക്ക് കൂടി ബാധിക്കും. അത് തീർച്ചയായിട്ടും ഒരു ക്രമസമാധാന നില വരെ തകരുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യം വരും. ഇതിൽ തന്നെ വിധിയിൽ തന്നെ ഒരു വ്യക്തത വരാത്തതുണ്ട്. അന്യസംസ്ഥാന വാഹനങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വേറെ വരും. ഈ തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത പ്രശ്നം വരും. സാധനങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുകയോ മാർക്കറ്റിൽ നിന്ന് പുറത്ത് കൊണ്ടുപോവുകയോ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. ഇതെല്ലാം ഒരു മുൻകരുതലും എടുക്കാതെ ഈ ഒരു തീരുമാനം, ഒരു വിധി വന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. നാട്ടിലെ പൊതുജനങ്ങളെയും സർക്കാരുകളെയും ബുദ്ധിമുട്ടിക്കും. കൂടാതെ ഇത് ബന്ധപ്പെട്ട കക്ഷികളെ ഒന്നും കേൾക്കാതെ വാഹന ഉടമകളെയോ നിർമ്മാതാക്കളെയോ ഗവൺമെൻറ്റിനെയോ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, സെക്രട്ടറി പോലത്തെ ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരാളെയും കേൾക്കാതെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിധിയായിപ്പോയി. അത് തികച്ചും ഒരു അശാസ്ത്രീയമായ വിധി തന്നെ എന്നേ പറയാൻ ഞങ്ങൾക്കുള്ളൂ. റൈറ്റ്, എറണാകുളം മാത്യു ഷാജി കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷാജി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ ഒരു തീരുമാനം വന്ന ഉടൻ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായ ടോമിൻജി തച്ചങ്കരി അദ്ദേഹത്തിന്റെ എതിർപ്പ് ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. തങ്ങളോടൊന്നും ആലോചിക്കാതെയാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന്. ഒരുപക്ഷെ ഈ തീരുമാനം കർശനമായി നടപ്പിലാക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളടക്കമുള്ള ഉദ്യോഗസ്ഥർക്കാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് ഈ ഒരു തീരുമാനത്തെ നിങ്ങൾ കാണുന്നത്? ഇത് ഗവൺമെൻറ് പോളിസിയായിട്ട് മാത്രമേ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ. സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനേ കഴിയുള്ളൂ. ഇപ്പോൾ സർക്കാർ ഇതിൻ്റെ അടുത്ത് അന്തിമ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷമേ തീരുമാനം എടുക്കുകയുള്ളൂ. അതിന് അപ്പീൽ പോകുന്ന എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അഭിപ്രായം. പക്ഷേ പലതരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ ഇത് നടപ്പിലായാൽ? തീർച്ചയായിട്ടും ഇത് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഈ പെട്ടെന്ന്
ഈ 10 വർഷം കഴിഞ്ഞ വണ്ടികൾ മുഴുവൻ റോഡുകളിൽ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷേ അതിന് ഒരു സമയം ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. എന്തായാലും മസ്ജിദുകളിലേക്ക് വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡിഫോക്കസ് തുടരുന്നു. ശ്രീ ഡിജോ കാപ്പൻ, ഈ തീരുമാനത്തെ അനുകൂലിക്കുന്നവർ ശക്തമായി വാദിക്കുന്ന ഒരു കാര്യം, അന്തരീക്ഷ മലിനീകരണം വലിയൊരു പ്രതിസന്ധിയായി നമ്മുടെ മുന്നിലുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഡീസൽ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയാണ് എന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം, ഡൽഹിയിൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ 2 മാസത്തിലധികമായി ഈ തീരുമാനം നടപ്പിലാക്കാമെങ്കിൽ കേരളത്തിന് എന്തുകൊണ്ട് അത് സാധിക്കില്ല എന്നാണ്. അല്ല, ഇപ്പോൾ നമ്മുടെ ഇവിടെ മുച്ചക്ര വാഹനങ്ങൾ BS3 നിബന്ധന അനുസരിച്ചാണ് നിർമ്മിക്കുന്നത്. അടുത്ത ഏപ്രിൽ മുതൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ BS4 അനുസരിച്ച് വേണം നിർമ്മിക്കാൻ. 2020 ആകുമ്പോഴേക്കും ഈ വാഹനങ്ങളെല്ലാം BS6 കടക്കണം എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ളത്. ICR ഇതിന്റെ പ്രധാന ചുമതലക്കാരൻ സുമിത്ര റോ പറയുന്നത്, ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ വാഹനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നിർമ്മിക്കാം, പക്ഷേ അതിന് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധമായ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ വാഹനത്തിന്റെ ക്വാളിറ്റി എത്ര നന്നായാലും അതിനകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ ക്വാളിറ്റിയും കൂടെ നന്നായാൽ മാത്രമേ ഈ വാഹനത്തിന്റെ എഫിഷ്യൻസി കൂടുകയുള്ളൂ. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണ്? ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഓവർ സ്മാർട്ട്നെസ് അല്ലെങ്കിൽ തിരക്ക്. നമുക്കറിയാം, കേരളത്തിൽ 2001 കേരളത്തിൽ യാത്രാ ബസ്സുകൾക്ക് കാലപരിധി നിശ്ചയിച്ചു. 15 വർഷമായിട്ട് അന്ന് നിശ്ചയിച്ചു. അന്ന് വലിയ എതിർപ്പുണ്ടായി. അന്ന് ബസ് ഉടമ സംഘം ഹൈക്കോടതിയിൽ പോയി. അപ്പൊ ഹൈക്കോടതി പറഞ്ഞു, ഇങ്ങനെ തിടുക്കത്തിൽ ഇത് ചെയ്യാൻ പാടില്ല, 2 വർഷത്തെ സാവകാശം കൊടുക്കണം. 2 വർഷം കൊണ്ട് ബസ് ഉടമകളൊന്നും എല്ലാവരും സമ്പന്നരൊന്നും ആയിരിക്കണമെന്നില്ല, ലോണൊക്കെ എടുത്തായിരിക്കും. അപ്പൊ അവരുടെ ഒരു സുപ്രഭാതത്തിൽ 14 വർഷം അല്ലെ 15 വർഷമാകുന്ന ബസ് നിരത്തിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞാൽ ആ റൂട്ടിൽ പ്രത്യേകിച്ച് ഒറ്റ വാഹനങ്ങളൊക്കെ ഓടുന്ന നിരവധി റൂട്ടുകളുണ്ട്. അവിടുത്തെ യാത്രക്കാർക്ക് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെടും. അതുകൊണ്ട് 2 വർഷം കൊണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ അവർക്ക് അവസരം കൊടുക്കണം. അങ്ങനെ 2 വർഷക്കാലം നീട്ടിക്കൊടുത്തു. ഇത് 10ഉം 12ഉം അല്ലെങ്കിൽ 20ഉം 25 ലക്ഷം രൂപ മുടക്കുന്ന വാഹനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ 1 മാസം കഴിയുമ്പോൾ നിരത്തിൽ നിന്ന് പിൻവലിക്കണം എന്ന ഉത്തരവിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല, ഞങ്ങൾ ഉപഭോക്താക്കളെയോ അല്ലെങ്കിൽ ഇതിന്റെ ഗുണഭോക്താക്കളായ ആളുകളെ അല്ലെങ്കിൽ വാഹന ഉടമകളെ, സർക്കാരിനെ ആരെയും കേൾക്കാതെ അങ്ങനെ ഒരു നിയമം രാജ്യത്ത് ഒരിടത്തുമില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ഒരു കോടതി പ്രവർത്തിക്കുന്നത് തന്നെ ഭൂഷണമല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്ന് വെച്ച് ഇത് മലിനീകരണം നടത്തിക്കൊണ്ട് കേരളത്തിൽ വാഹനങ്ങൾ അങ്ങോളം ഇങ്ങോളം തലങ്ങനെ വിലങ്ങനെ ഓടണമെന്നും ആർക്കും അഭിപ്രായമില്ല. കഴിയുന്നത്ര മലിനീകരണം നിയന്ത്രിക്കണം. ആളുകളുടെ ആരോഗ്യ പ്രശ്നം, പ്രത്യേകിച്ച് കേരളത്തിൽ ആസ്മ രോഗികളുടെയൊക്കെ എണ്ണം വളരെ കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുഗതാഗതം താറുമാറാകും. പ്രത്യേകിച്ച് KSRTC പോലെയുള്ള അവരുടെ കയ്യിലുള്ള സിറ്റികളിൽ ഓടുന്ന വാഹനങ്ങൾ അവർ ഫാസ്റ്റായിട്ട് ഓടി 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞു കഴിയുമ്പോൾ അത് മുഴുവൻ ഓർഡിനറി ആയിട്ട് മാറ്റുക. ആ വാഹനങ്ങൾ പ്രധാന നഗരങ്ങളിലാണ് ഇപ്പോൾ ഓടുന്നത്. ആ നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായിട്ട് നിൽക്കും. അപ്പോൾ KSRTC ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. 10,000-ഓളം ബസ്സുകൾ പെട്ടെന്ന് നിരത്തിൽ നിന്ന് മാറ്റിയാൽ KSRTCയുടെ വരുമാനത്തിലും വലിയൊരു നഷ്ടമുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം പരിഗണിക്കാതെ തന്നെയാണ് സർക്കാരിനെ കേൾക്കാതെ തന്നെയാണ് ഈ ഹൈറിത ട്രൈബ്യൂണൽ ഈ വിധി പ്രസ്താവിച്ചത് എന്നുള്ളതാണ് ഇവിടെ പ്രതിഷേധത്തിന് ഇടവരുത്തുന്നത്. ശ്രീ ഷാജി, വാഹനങ്ങൾ മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും നിലവിൽ മലിനീകരണം തടയാനുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. പലതരം പരിശോധനകളുണ്ട്. അതൊക്കെ ഇപ്പോൾ കൃത്യമായി നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പുക മലിനീകരണ കേന്ദ്രങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വാഹനങ്ങളിലും പുക മലിനീകരണ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ PUCC സർട്ടിഫിക്കറ്റ് ഉള്ള വാഹനങ്ങൾ മാത്രമേ സർവീസ് ചെയ്തു കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും അങ്ങനെ പൊല്യൂഷൻ കൂടുതലുള്ള വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട്. റൈറ്റ്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമി ജെ തച്ചങ്കരി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടോമി ജെ തച്ചങ്കരി, ഹരിത ട്രൈബ്യൂണലിന്റെ ഈ ഒരു തീരുമാനം ഏത് രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും? പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഇപ്പോൾ ഉണ്ട്. പ്രായോഗികമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഇത് നടപ്പിലാക്കൽ എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? വളരെ ആകസ്മികമായിട്ടായിരുന്നു ഈ ഓർഡർ ഞങ്ങൾ ശ്രദ്ധിച്ചത്. മോട്ടോർ വാഹന വകുപ്പിനെ കേൾക്കാതെ ഇറക്കിയിട്ടുള്ള ഒരു ഓർഡറാണിത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ 6 സിറ്റികളിലുള്ള പുക മലിനീകരണത്തിന്റെ ഒരു വിശദമായ പഠനമൊന്നും നടത്താതെ ഇങ്ങനെയുള്ളൊരു ഓർഡർ വന്നത് തികച്ചും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി.
ഇപ്പൊ ഗവൺമെന്റിനോട് ആലോചിച്ച ശേഷം ഇതിന് അപ്പീൽ കൊടുക്കണമെന്നാണ് ഈ വകുപ്പ് ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ: ഒന്ന്, ഡീസൽ വാഹനങ്ങൾ ഇനി രജിസ്റ്റർ ചെയ്യേണ്ട എന്നുള്ള കാര്യം; 2, ഈ 10 വർഷത്തെ നിജപ്പെടുത്തല്. അപ്പൊ ഡൽഹിയിൽ നിന്ന് നേരെ ഇത് കേരളത്തിലേക്കാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രായോഗികതയാണ് ഞങ്ങൾക്ക് സംശയത്തിൽ ഉടലിൽ നിൽക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇത് നടത്താൻ ഒരു കുറച്ച് സമയം വേണം. ഇപ്പൊ ഉദാഹരണത്തിന് പൊതു വാഹനങ്ങൾ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിലുള്ള KSRTC മറ്റുള്ള വാഹനങ്ങൾ 20-25% വാഹനങ്ങൾ വിഡ്രോ ചെയ്യപ്പെടുകയാണ്. അത്തരം വാഹനങ്ങൾ വിഡ്രോ ചെയ്യപ്പെടുമ്പോൾ അതിന് പകരം വാഹനങ്ങൾ ഉണ്ടാകണം. പിന്നെ കൂടാതെയുള്ള ചില സാമൂഹിക പ്രശ്നങ്ങൾ, അതിന്റെ തൊഴിലാളികളുടെ ലോൺ അടയ്ക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഒരു ജനങ്ങളെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ, സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം വന്നത് ആണ് ഇതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ളത്. ഏതായാലും ശരി, ഗവൺമെന്റുമായി ആലോചിച്ച ശേഷം ഇതിന് അപ്പീൽ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിനുള്ള കാര്യങ്ങൾ നിയമത്തിലുമായിട്ട് ആലോചിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ശ്രീ ടോംജി തച്ചങ്കരി, താങ്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണോ? ഈ ഉത്തരവ് ഇറങ്ങുമ്പോൾ മാത്രമാണോ കേരളത്തിന് ഇതുമായി സംബന്ധിച്ചുള്ള അറിവുകൾ കിട്ടിയത്? തീർച്ചയായും ഇതിന്റെ ഒരു പെറ്റീഷന്റെ ഒരു കോപ്പി പോലും കിട്ടിയില്ല. ഇതിന്റെ ഉത്തരവ് മാത്രമാണ് മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞത്. ഇപ്പോഴും ഉത്തരവിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ആ നിയമപരമായ രീതിയിൽ ഒന്ന് അഡ്രസ് ചെയ്യേണ്ടി വരും. ശരിക്കും ഇത്ര വലിയൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കേരളത്തിന് പറയാനുള്ളതടക്കം കേൾക്കുകയും അതിനനുസരിച്ചുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുകയും ആയിരുന്നില്ലേ വേണ്ടത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, പിന്നെ കോടതി എടുത്തൊരു സ്റ്റാൻഡ് ഇതിനെപ്പറ്റി ഡൽഹിയിൽ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അത് തന്നെ കേരളത്തിൽ എടുക്കുന്നുള്ളതാണെന്നാണ് ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഏതായാലും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയേ, അല്ലെങ്കിൽ ട്രിബ്യൂണലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയേ പറ്റൂ. റൈറ്റ്, വളരെ നന്ദി ശ്രീ ടോംജി തച്ചങ്കരി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒരിടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരും. ഡിഫോക്കസ് തുടരുന്നു. ശ്രീ KK ഹംസ, നേരത്തെ ടോംജി തച്ചങ്കരി പറഞ്ഞ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ അറിയിപ്പും കിട്ടാതെയാണ് ഇത്തരമൊരു തീരുമാനം ഹരിത ട്രൈബ്യൂണലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അവർ സർക്കാരുമായി ആലോചിച്ച് അപ്പീൽ പോകാനുള്ള നടപടികൾ എടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും പുതിയ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. അവരാണ് ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നിങ്ങളുടെ സംഘടന ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓർഡർ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഈ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഈ മേഖലയിലുള്ള വാഹന ഉടമകളുടെ ഒരു യോഗം ശനിയാഴ്ച എറണാകുളത്ത് വെച്ച് ചേരാൻ തീരുമാനിക്കുകയും ആ യോഗത്തിൽ ഇതിൻ്റെ വിവിധ വശങ്ങളെ പഠിച്ച് നിയമപരമായിട്ട് ഇത് എങ്ങനെയൊക്കെ നേരിടാം, അതല്ലെങ്കിൽ ഇതിൽ കക്ഷി ചേരാൻ എങ്ങനെയൊക്കെ സാധിക്കും, ഇതിനനുസരിച്ചുള്ള ഒരു പ്രഖ്യാപനം അന്നുണ്ടാവും. അന്ന് എറണാകുളത്തുള്ള വിവിധ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് എറണാകുളത്ത് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ആ മീറ്റിങ്ങിൽ ഇതിന് ഒരു തീരുമാനം ഞങ്ങൾ എന്തായാലും എടുത്തേ മതിയാവൂ. അല്ലാതെ ഞങ്ങൾ നിലനിൽപ്പിനുള്ള ഒരു പോരാട്ടം തന്നെ ആയിരിക്കും ഇത്. ഒരു കോടതി വിധിയാണെങ്കിലും നിയമപരമായി തന്നെ അതിനെ നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീ ഡിജോ കാപ്പൻ, വളരെ നല്ല ഒരു തീരുമാനം, പക്ഷേ അത് കൈക്കൊണ്ട രീതി ശരിയായില്ല, അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെ മനസ്സിലാക്കാതെ എടുത്ത ഒരു തീരുമാനം ഒരു എടുത്തുചാട്ടമായി പോയി എന്ന് വേണ്ടേ കരുതാൻ? ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്നാണ് ഇത്ര വലിയൊരു തീരുമാനം കേരളത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം അറിയുന്നത്. അത്തരമൊരു എടുത്തുചാട്ടമല്ലാതെ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നില്ലേ യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്? അല്ല, ഈ ഉത്തരവ് വന്നതിന്റെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ കോടതിയുടെ ഉദ്ഘാടനം നടക്കുന്നു. ആദ്യം കേട്ട കേസ്, ആ കേസിൽ ജഡ്ജിമെന്റ് പറയുന്നു. ഞങ്ങൾ ഏതാണ്ട് ഞങ്ങളുടെ സംഘടനയുടെ 10-25ഓളം കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലായിട്ട് നടത്തിയിട്ടുണ്ട്. സാധാരണ കേസ് കൊടുത്തു കഴിയുമ്പോൾ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും. അത് പ്രത്യേകിച്ച് സർക്കാരാണ് എങ്കിൽ ചീഫ് സെക്രട്ടറിക്കോ അല്ലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കോ കൊടുക്കും. ഇവർക്ക് ആർക്കെങ്കിലും നോട്ടീസ് കൊടുത്ത് അവരുടെ ഭാഗം കൂടെ കേട്ടിരുന്നെങ്കിൽ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾക്ക് പ്രായപരിധി നിശ്ചയിച്ചപ്പോൾ അന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിതായിരുന്നു 2 വർഷത്തെ സാവകാശം കൊടുക്കാൻ. 2 വർഷത്തെ കൊടുത്തില്ലെങ്കിൽ പോലും ഈ 1 മാസത്തെ കൊടുത്താൽ ഇത് പ്രായോഗികമാണോ എന്ന് പോലും ഈ ജഡ്ജിമാര് പരിശോധിച്ചില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് കേരളത്തിലേക്കുള്ള പച്ചക്കറി വരവ് നിന്ന് കഴിഞ്ഞാൽ
ഭരിക്കുന്ന ഗവൺമെന്റ് അതിനൊരിക്കലും കൂട്ടുനിൽക്കില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ പേരിൽ വലിയ ബഹളവും ഒക്കെ ഉണ്ടാകും. പോരാത്തതിന് ഒരു പുതിയ ഗവൺമെന്റ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കോടതിക്ക് പറ്റില്ലല്ലോ. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്, എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരാണ്. അവര് ഇറങ്ങി റോഡിൽ 10 വർഷം കഴിഞ്ഞ വാഹനങ്ങളിലാണോ ചരക്ക് വരുന്നത്, SUV 10 കൊല്ലം കഴിഞ്ഞോ എന്ന് പരിശോധിക്കാൻ ഉള്ള ഒരു ഉത്തരവ്, ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു മൗന ലക്ഷണം ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. അല്ലാതെ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചൊന്നും ഈ ഉത്തരവ് പ്രകടിപ്പിച്ച ജഡ്ജിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ പരിശോധിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ ഇതിന്റെ ഒരു പ്രധാന കാരണം കേരളത്തിൽ ഈ ഡീസൽ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷയുടെ പോലും യാത്രാസുഖം പോയി. പണ്ടൊക്കെ ഓട്ടോറിക്ഷയിൽ കയറിയാൽ സുഖമായി യാത്ര ചെയ്യാറുണ്ട് സാധാരണക്കാർ യാത്ര ചെയ്യുന്നത്. ഡീസലും പെട്രോളിന്റെയും വില തമ്മിലുള്ള അല്ലെ ഇന്ധനത്തിന്റെ വിലയിലുള്ള ഒരു വലിയ വർധനവ്, ആ വർധനവ് മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത്രയും വ്യത്യാസമില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകളാരും കൂടുതൽ പെട്ടെന്ന് ഓയിൽ മാറണം, ടയറിന്റെ തേയ്മാനമാണ് കൂടുതലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പെട്രോളും ഡീസലും തമ്മിൽ ഇത്രയും ഒരു വില വ്യത്യാസം ഇല്ലായിരുന്നെങ്കിൽ ആളുകൾ ഈ പൊല്യൂഷൻ കൂടുതൽ ഉണ്ടാക്കുന്ന ഡീസൽ വാഹനങ്ങളിലേക്ക് ഉപഭോക്താക്കൾ മാറില്ലായിരുന്നു, യാത്ര കംഫർട്ടബിൾ ആയിരുന്നേനെ. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണു തുറക്കേണ്ട ഒരു കാര്യമാണ് ഇന്ധന വിലയുടെ അല്ലെങ്കിൽ അതിന്റെ പോളിസി നിശ്ചയിക്കുമ്പോൾ പെട്രോളിന്റെയും ഡീസലിനും ഇതുപോലെ ടാക്സ് ഏർപ്പെടുത്തി ഇത്രയും ഉന്നത വില വരുന്നതാണ് കൂടുതൽ ആളുകൾ. റൈറ്റ്, എന്തായാലും വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ ഡിജോ കാപ്പൻ. KK ഹംസ, ഷാജി IG, ടോമിൻ ജെ തച്ചകരി വിഷയത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഹരിത ട്രൈബ്യൂണലിന്റെ തീരുമാനം നല്ല തീരുമാനമാണെങ്കിലും പ്രായോഗികമായ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികളും പങ്കുവച്ചത്. വളരെയധികം നന്ദി അതിഥികൾക്ക്. ഒരിക്കൽ കൂടി ഇതോടെ ഇന്നത്തെ ഡി ഫോക്കസ് ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.